ഇപ്പൊ ലാലേട്ടന്റെ കണ്ണുകളിൽ ഒരുപാട് ഷോട്ട്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഓ 1ലും 2ലും ഒക്കെ ഈ കണ്ണ് തുറക്കലും കണ്ണടയ്ക്കലും അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് മൊമെന്റ്സ് നടക്കൂലോ. ഇപ്പൊ അതെ 1ലെ കണ്ണ് തുറക്കലും അടയ്ക്കലും നമുക്കറിയാം. 2ല് ഈ പറഞ്ഞ പോലെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ അവിടുന്ന് ഫോറൻസിക് ലാബിൽ നിന്ന് ഈ അസ്ഥികൾ എടുത്ത് മാറ്റുന്ന ഒരു ഏരിയയിലുള്ള കണ്ണടയ്ക്കലും തുറക്കലും ഭയങ്കര ഐക്കോണിക് ആയിരുന്നു. അതെ 2ലും 1ലും സമാധാനമായിട്ടുള്ളത്. 3ല് കണ്ണടയ്ക്കൽ എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അതെ കണ്ണടയ്ക്കലാണ്. ഈ 3 സ്ഥലങ്ങളിലും സ്കോർ ചെയ്യുമ്പോൾ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ മ്യൂസിഷ്യൻ ടെക്നീഷ്യൻ ഒക്കെ മാറി നിന്നിട്ട് ഇത് കാണുമ്പോൾ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് എങ്ങനെയാണ്? അങ്ങനെ പറയണേക്ക് മുമ്പ് ദൃശ്യത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ ആ ഇലയുടെ ആ ഉള്ളിലൂടെ നോക്കുന്നില്ലേ, അതാണ് എന്നെ ആദ്യം എക്സൈറ്റ് ചെയ്ത സാധനം. കാരണം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോസ്റ്റർ വരുമ്പോൾ നമ്മൾ ഈ ലാലേട്ടൻ്റെ കണ്ണുകൾ ഒന്നതെങ്കിലും പുള്ളിയുടെ എൻറ്റയർ സാധനം, പുള്ളിയുടെ നോട്ടവും പുള്ളിയുടെ വിരലുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇമോട്ട് ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ നമ്മൾ പിന്നീട് അങ്ങോട്ട് പുള്ളിയെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും. പുള്ളിയുടെ ഈ കണ്ണടക്കലിൻ്റെ അത് പുള്ളി സമയം എടുക്കുകയാണെങ്കിൽ നമുക്കതറിയാം ഇമോഷണലാണെന്നുള്ളത്. പുള്ളിയുടെ ഒരു ഒരു അഗ്രസീവ് തോട്ടിലേക്ക് പോവുകയാണെങ്കിൽ പുള്ളിയുടെ ആ തുറക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം വേറെ ഒന്നുമല്ല, ആദ്യത്തെ സാധനം അതായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മ്യൂസിക്കിൻ്റെ ബിഗിനിങ് ആയിട്ട് കാണുന്നത് അവിടെയാണ്. ഓക്കെ. അപ്പോൾ കണ്ണടച്ച് തീരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ എൻഡിൽ നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ കണ്ണടയ്ക്കുന്നിടത്താണ് ഈ സിനിമ തീരുന്നത്. അതെ 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 പക്ഷെ അത് ഭയങ്കര ഇമോഷണലാണ്. ആ കണ്ണുകൾ കഥ പറയുന്നുണ്ട് ഒത്തിരി. ഇപ്പം ഈ സിനിമയിലെ പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു കണ്ണാടിയുടെ ഇടയിൽ കൂടി പുള്ളി ഈ പുറത്തേക്ക് നോക്കുമ്പോൾ ആ നോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെ അപ്പോൾ അങ്ങനെയാണ് പുള്ളിയുടെ എനിക്ക് മനസ്സിലായത്തിടത്തോളം. കാരണം നമ്മളും പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ ലാലേട്ടനെ നമ്മൾ മറ്റേ ചെറുപ്പത്തിലോട്ട് കണ്ടു വളർന്നേക്കണമുണ്ട്. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ സിനിമ ലേണിങ്ങിൻ്റെ ഒരു ലെവൽ വരെ ഇവരൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കണേ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കിരീടം എടുത്താലും ദശരഥം എടുത്താലും സദൈവ് ഇതേപോലെ ഒത്തിരി കണ്ണടക്കുന്ന സീക്വൻസുകളുടെ ആ. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരും. അതായത് പുള്ളി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പടം മാത്രമല്ല വരണേ, ഒത്തിരി പടങ്ങൾ നമ്മൾ കണ്ടുവന്ന പക്ഷെ ഈ ഒത്തിരി കണ്ണടയ്ക്കലിൽ ഒരു സാധനങ്ങൾ. കൃത്യമായിട്ടൊരു താളമുണ്ട്. ടൈമിങ് എനിക്കാണ് മലയാള സിനിമയിൽ ഏറ്റവും ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുമാരിൽ ഒരാളാണ് പുള്ളി. ഞാൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് അഗെയിൻ ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഈസിയാണ് പുള്ളിയുടെ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ട്. കാരണം താളം ഉണ്ടെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈസിയറാണ് പല കാര്യങ്ങളും ചെയ്യാൻ. ടൈമിങ് കുറവുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടുപോണത്. കാരണം ഇപ്പോൾ ഒരു റിയാക്ഷൻ എടുക്കുന്ന ടൈം, ഒരു എന്താ പറയുക, ഒരു മൂവ്മെൻറ്റ് എടുക്കുന്ന ടൈമൊക്കെ നമ്മളുടെ മ്യൂസിക്കിനെ ലാഗ് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതൊക്കെ ഈ മ്യൂസിക്കിനൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു റോങ് സാധനത്തിൽ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തു കാണിക്കും. നമ്മൾ ഇപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു വളരെ മോശമായ ഒരു സാധനത്തിന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കും. എന്ന് പറഞ്ഞാൽ മ്യൂസിക് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഏരിയകളാണിത്. അപ്പോൾ നല്ല ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിമൽ പരിപാടി മതി, ബാക്കി അവർ ചെയ്തോളും. നമുക്ക് ചെറിയ സപ്പോർട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് ഈ പുള്ളിയുടെ ഉള്ളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കഥയിൽ എഴുതുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോൾ അതിൻ്റെ അകത്ത് ജോർജ് കുട്ടിയുടെ മനസ്സ് മുറിഞ്ഞിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് പുറത്ത് ആക്ട് ചെയ്യണതിനൊരു പരിധിയുണ്ട്. പുള്ളിക്ക് കണ്ണടയ്ക്കാം, ബാക്കിയെല്ലാം മ്യൂസിക് മേലെ ഇരിക്കണേ. അപ്പോൾ എത്രത്തോളം മുറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാനവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നത്തെ പുള്ളി എന്താ ചെയ്തത്, അതിന് ശേഷം എന്താ ചെയ്തത്, ഇതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു മ്യൂസിക്കൽ സാധനം അവിടെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ദൃശ്യം പോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഇമോഷണൽ അല്ലെങ്കിൽ സ്ട്രിങ് സ്കോർ അല്ലെങ്കിൽ ഒത്തിരി മാസാക്കാതെ. കാരണം ജോർജ് കുട്ടി ഒരു 4ാം ക്ലാസ്സിൻ്റെ ഒരു സാധാരണക്കാരനാണ്. അയാളുടെ മനസ്സിൽ കൂടി പോകുന്നൊരു പരിപാടി തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ മ്യൂസിക് മാറി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ആ കഥയിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ സിനിമയിലേക്ക് വലിച്ചടിപ്പിക്കുക എന്നുള്ളതാണ് സ്കോറിൻ്റെ പണി. ആ സ്കോർ അവിടെ നിന്ന് മാറി അത് കഴിഞ്ഞു. ഇപ്പം നമ്മളൊരു മാസ് പടം, അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ പടം എന്ന് പറയുന്ന സോക്കോൾഡ് അങ്ങനത്തെ പടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ഒരു ഭയങ്കര ഇമോഷണൽ ടേമായുള്ള ജോർജ് കുട്ടി ഒരു ഫാമിലി മാൻ്റെ കഥ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആ കഥാപാത്രത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് ലാലേട്ടൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ജോർജ് കുട്ടി വേറൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞ മറ്റേ ലാലേട്ടൻ മാറി വേറൊരാളെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈവൻ ഞാൻ റീമേക്കുകൾ ഇപ്പോൾ ചെയ്യാനുള്ള എൻ്റെ മടി അതായിരുന്നു. റീമേക്കിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാവനാശത്തിന് വിളിച്ച് ഞാൻ ബാക്കൗട്ട് ഞാൻ ജിത്തിനോട് വിളിച്ചിട്ട് എനിക്ക് പ്രശ്നമാണ്. അവരും മോശം ആക്ടേഴ്സ് ആയതുകൊണ്ടല്ലോ. പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ഒരിക്കൽ ചെയ്തിട്ട് വേറൊരാളുടെ കൂടെ ആ സെയിം സാധനം ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ഞാൻ തെലുങ്കിൽ വർക്ക് ചെയ്തിരുന്നു 2ൽ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ
പുള്ളി നല്ല ആക്ടറാണ്, തെലുങ്കിൽ വെങ്കടേഷ്. പുള്ളി നല്ല ആക്ടറാണ്. പക്ഷെ പ്രശ്നം വെച്ചാൽ നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരാളുടെ ലാലേട്ടൻ്റെ കൂടെ സാധനം വർക്ക് കേട്ടാ. ചെയ്തിട്ട് ഈ ടൈമിങ്ങും ഈ ഒരു പരിപാടി ഈസിയറല്ല. കാരണം പുള്ളി ഭയങ്കര ഈ ബ്ലെസ്ഡ് ആണ് പുള്ളി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പുള്ളി ഓരോ സാധനങ്ങളും നമുക്ക് തരണം. ഇപ്പോൾ ടൈമിംഗ് ഒക്കെ ഭയങ്കര അപാരമാണ്. അതായത് ഒരു സിനിമയുടെ ഗതി പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളിയുടെ ആ സ്കിൽ വെച്ചിട്ട് പുള്ളി ഓരോ ഇപ്പോൾ പറയില്ല, ഇപ്പോൾ ജിത്തു തന്നെ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട് റാൻഡം ആയിട്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യണേ. പക്ഷേ ഈ സിനിമയുടെ എൻറ്റയർ പേസ് പുള്ളിക്ക് കാണാൻ പാടായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ലീനിയറായിട്ട് ഷൂട്ട് ചെയ്തതാണ്. കാരണം അതേപോലെയാണ് പുള്ളി ചെയ്തു വെച്ചേക്കണത്. ഓരോ സീൻ്റെയും ഗ്രോത്ത് അറിഞ്ഞ് വർക്ക് ചെയ്യണ ആക്ടേഴ്സിലൊരാളാണ് പുള്ളി. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇത് ഈ ടീമിൻ്റെ അകത്ത് പെടാൻ പറ്റുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ സാധനം. ഇതേപോലെയൊക്കെ ഒരു ആക്ടറിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. പ്രണവ് മോഹൻലാലിന്റെ സ്വഭാവവും സാറിന്റെ സ്വഭാവം തമ്മിൽ വളരെ സാമ്യമുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന് വലിയൊരു ബ്രാൻഡിന്റെ ഒരു ബാക്കിംഗ് ഉണ്ടല്ലോ, അതായത് മോഹൻലാലിന്റെ മകൻ എന്ന് പറയുന്ന ബാക്കിംഗ് ഉണ്ട്. പക്ഷെ അത് അദ്ദേഹം എവിടെയും യൂസ് ചെയ്യാതെ ഒട്ടും പ്രസിദ്ധി ആഗ്രഹിക്കാതെ ഇപ്പോഴും അദ്ദേഹം ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു, സാധാരണ ലോഡ്ജിൽ താമസിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടില്ല, അതവിടെ കേൾക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം സാറിനെ പേഴ്സണൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഏറ്റവും മികച്ച ക്ലൈമാക്സുകൾ കഴിഞ്ഞ 50 വർഷത്തിലെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മലയാള മനോരമയുടെ സർവേയിൽ തിരഞ്ഞെടുത്തത് യവനികയും ദൃശ്യത്തിൻ്റെയും ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ അത്ര ആളുകളുടെ ഉള്ളിൽ പോപ്പുലറാണ്, അല്ലെങ്കിൽ അത്ര ആളുകളുടെ ഉള്ളിൽ ആ ഡയലോഗുകളും മ്യൂസിക്കും പോപ്പുലറാണ്. എന്നാലും അനൽ ജോൺസൺ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അനോണിമിറ്റി ആസ്വദിച്ച് നിൽക്കുന്നു. ഈ പ്രണവ് മോഹൻലാലും സാറും തമ്മിലുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? എനിക്ക് പുള്ളിനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ പുള്ളി ഭയങ്കര ഈ പ്രൈവറ്റ്, പുള്ളിയുടെ തോട്ട്സ് ലോകത്തിന് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ള ലൈനിൽ ഭയങ്കര ഇൻഡിവിജ്വൽ. ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കും നമുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് കേട്ടേക്കണ ഒരു മനുഷ്യനാണത്. നമുക്ക് ഷെയർ ചെയ്താലോ എന്ന് ചോദിച്ചാണ് പുള്ളി. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എനിക്കെല്ലാം മനസ്സിലായിരുന്നു. കാരണം നമ്മുടെ ഏജിൻ്റെ ഗ്യാപ്പുള്ളതുകൊണ്ട് നമുക്ക് അറിയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഓരോ കാര്യം സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പുള്ളി എപ്പോഴും ഈ അനോണിമസ് ആയിട്ട് പുള്ളിക്ക് ഇപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ ഫോട്ടോ എടുക്കണം, പുള്ളി ഹെസിറ്റേറ്റ് ചെയ്യൊന്നുമില്ല, പുള്ളി ചുമ്മാ അവിടെ നിന്ന് കൊടുക്കും. അടുത്ത് തിരിച്ചു വരുമ്പോൾ അവസാനം എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്ത് ബോറടിക്കൂലേ പുള്ളിക്ക് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ചേട്ടാ ഇത് 4-5 വയസ്സ് തൊട്ട് ഇത് തന്നെയാണ് അവസ്ഥ, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലൈഫാണ്, എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ ഒന്നിനോട് അറ്റാച്ച്ഡ് അല്ല. പുള്ളി ഈവൻ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അന്ന് നമ്മൾ കണ്ട അതേ സ്നേഹം ഉണ്ടാവും. പക്ഷെ അത് പോസ്റ്റ് ആയിരിക്കും, അതിനു വേണ്ടി മറ്റേ അങ്ങനെ വിളിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയല്ല പുള്ളിയുടെ. ഭയങ്കര രസമുള്ളൊരു ഇല്ലില്ല പുള്ളിക്ക് അറിയാം. കാരണം പുള്ളി നമ്മളോട് പെരുമാറി വെച്ചേക്കണം എന്താണെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പുള്ളിക്ക് അഭിനയിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് കൺവിൻസ് ചെയ്യേണ്ട ഒന്നുമില്ല. അതൊരു ഭയങ്കര ക്വാളിറ്റി അല്ലേ. എനിക്ക് പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ചായക്കടയിൽ പോകുമ്പോൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് ചായ കുടിക്കാം. അതൊക്കെ ഇപ്പോൾ ഈവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എൻ്റെ മറ്റേ ഒരു സെക്കൻഡ് ഹാൻഡ് പോളോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തോ കാര്യം പറയുമ്പോൾ പുള്ളി ചേട്ടാ ടയറിനൊക്കെ നല്ല വിലയാണെന്ന് മനസ്സിലായത്, ഞാൻ ഈ അടുത്ത് എൻ്റെ ടയർ ഒരെണ്ണം പൊട്ടിപ്പോയി, ചെന്നപ്പോൾ 12,000 രൂപ. നമ്മളിങ്ങനെ ചിരിക്കുകയാണ്. അതായത് അല്ല പക്ഷെ അതാണ് അയാള്.